ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ച കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ലൈനിങ്ങിലാണ്. അപ്പോൾ ലൈനിങ് ഇങ്ങനെ ഇടുക. അതിനുശേഷം കഴുത്ത് ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമ്മളിങ്ങനെ ഇതിൻ്റെ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. പതുക്കെ കുത്തി നിർത്തി വേണം വളക്കാൻ. നെക്ക് മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അത് നല്ല ഭാഗത്താണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശമാണിത്. നല്ല വശത്തിൻ്റെ പുറത്തേക്കാണ് നമ്മളിപ്പം ലൈനിങ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് തിരിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇത് കട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ ഒരു കാരണവശാലും കൊള്ളാൻ പാടില്ല. കട്ടിട്ടു. ഇനി ഇത് ഇപ്പുറത്തേക്ക് തിരിച്ചിടുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഈ ലൈനിങ്ങിൻ്റെ തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഇപ്പുറത്തേക്ക് തിരിച്ചിടുക. ഇനി ഇതിങ്ങനെ മുകളിൽ കൂടി പ്രസ് ചെയ്ത് അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ലൈനിങ് ഒന്നും പുറത്തേക്ക് കാണരുത്. അതുപോലെ വെച്ചിട്ട് വേണം ഫിനിഷിംഗ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ ഇപ്പം നമ്മൾ നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലൈനിങ് മൊത്തത്തിൽ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് ഫുള്ള് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ എക്സസൈസുള്ളത് മുഴുവനും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടാണ്. നമുക്കിതിന് 2 ടക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു 6.5 ഇഞ്ചിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ഒരു 2.5 ഇഞ്ചിൽ ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇനി താഴത്തേക്ക് നേരെ സ്ട്രെയിറ്റായിട്ട് വരക്കുക. ഇനി നമുക്കിവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ടക്കിട്ട് കൊടുക്കാം. ഇനി ഇപ്പുറത്തെ ടക്ക് വിടാം. ഇങ്ങനെ ചരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടാണ് ചെയ്യേണ്ടത്. ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം എടുത്തിടാം. ഇത് സെയിം രീതിയിൽ തന്നെയാണ് ബാക്ക് പാർട്ടും ചെയ്യേണ്ടത്. എന്നിട്ട് നല്ല വശത്തേക്ക് നമ്മൾ ഇതിൻ്റെ ലൈനിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേ സെയിം രീതിയിൽ തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് പതിച്ച് അടിക്കുക. ഇങ്ങനെ ലൈനിങ്ങിൻ്റെ പുറത്ത് കൂടി വേണം നമ്മളിങ്ങനെ അടിക്കാൻ. അപ്പോൾ ഒരു ബലം കിട്ടും. ഇങ്ങനെ തിരിച്ചിടുക. കുറച്ചിങ്ങോട്ട് വിട്ടിട്ട് വേണം നമ്മൾ തയ്ച്ച് തുടങ്ങാൻ. കാരണം എനിക്ക് മറ്റേ പീസോട് ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് ഇവിടുന്ന് തുടങ്ങിയാൽ മതി. ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടോട്ട് അടിക്കാം. എന്നിട്ട് ഇങ്ങനെ ഇറക്കുക. ഇനി ഇത് നമ്മൾക്ക് ഫുള്ളും ജോയിൻ ചെയ്തെടുക്കാം. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് ഇങ്ങനെ കൊണ്ടുവന്ന് പുറകിൽ വെക്കണം. വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഈ ഷോൾഡറിൻ്റെ ഇവിടെയും വെച്ചിട്ട് ലൈനിങ് ഇപ്പുറത്തോട്ട് എടുക്കണം.
ഈ നല്ല പീസിലോട്ട് എടുത്ത് വെച്ചിട്ട് ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇത് ജോയിൻ ചെയ്യണം. ഇതിങ്ങനെ നേരെ വെച്ചിട്ട് ആദ്യം നമ്മൾ നല്ല വശത്തേക്ക് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെക്കണം. വെച്ചതിന് ശേഷം ചേർത്ത് വെച്ചതിന് ശേഷം ഈ ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് ശേഷം എല്ലാം സമമായിട്ട് കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കൂടി നമ്മൾ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒരുമിച്ച് വെച്ച് സമമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. 2 പ്രാവശ്യം അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ സെയിം ഇപ്പുറത്തെ വശവും ചെയ്യുക. എല്ലാം കൂടി സമം വെക്കണം. ഇങ്ങനെ സമം വെച്ചിട്ട് കറക്റ്റായിട്ട് വെക്കണം. വെച്ചിട്ട് ഇവിടെ കെട്ടിയിടുക. വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അത് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ടിത് തിരിച്ചിട്ട് നോക്കുമ്പോൾ അറിയാം ഇത് അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടും. ഇതിന് ശേഷം ഈ ബാക്ക് പീസ് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യണം. ഇതെല്ലാം ചേർത്ത് ബാക്ക് പീസെല്ലാം ഇതേപോലെ ചേർത്ത് വെച്ച് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ലൈനിങ് മെയിൻ ഫാബ്രിക്കുമായിട്ട് എല്ലാം ജോയിൻ ചെയ്തു. ഇനി ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇപ്പോൾ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തു. ഇതൊക്കെ ഒന്ന് നേരെ കട്ട് ചെയ്ത് നേരെ വേണം. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ബാക്കിൽ ഒരു സിബ് വെക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ ബാക്ക് പീസ് 2ആയിട്ട് മടക്കിയിടുക. കറക്റ്റായിട്ട് മടക്കിയിടണം. സെൻറ്റർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എവിടം വരെയാണ് സിബ് വേണ്ടത്. അപ്പോൾ എനിക്കിവിടെ മടക്കി അടിക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ 11 ഇപ്പോൾ എനിക്കൊരു കൊച്ചിന് ഒരു പരിപാടിക്കിടേണ്ടതാണ്. അത് കഴിഞ്ഞ് അഴിച്ചിടണമെന്നാണ് വിചാരിക്കുന്നത്. 12 വരെയൊക്കെ ഞാൻ ചിലപ്പം മടക്കി വെക്കും. അപ്പം അതിന് മുകളിലായിട്ട് മതി സിബ്. 11 വരെ സിബ് വെക്കുന്നുള്ളൂ, ഇവിടം വരെ. അപ്പോൾ അവിടം വരെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവാതിരിക്കാനാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ അതിങ്ങനെ നേരെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ഇതിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളരുത്. ആ കൊള്ളാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ കൂടുതലായിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതിങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഇതിങ്ങോട്ട് തിരിച്ചിടുക. എന്നിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടണം. ഇത് കംപ്ലീറ്റ് അപ്പുറത്തോട്ട് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ പ്രസ് ചെയ്ത് അടിക്കണം. എത്തുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക. എന്നിട്ട് ഇപ്പുറത്തോട്ട് തിരിച്ചിട്ടിട്ട് എന്നിട്ട് ഇത് അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. തുറക്കുക. ശേഷം ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക. ഈ അറ്റത്തുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചിട്ട് ഇതിങ്ങനെ ലെവൽ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ കെട്ടിയിടണം അവിടെ. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഊരി കൊടുക്കുക. എന്നിട്ട് ഇവിടെ കെട്ടിയിട്ട് നിർത്തണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ സിബ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ആയിട്ടുള്ള സിബ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്കിലും 2 ടക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ 2 ടക്ക് ഇവിടെയും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സിബിൻ്റെ ഭാഗത്ത് നിന്നും ഈ സിബിൻ്റെ അവിടെ 2.5 കൊണ്ടുവച്ചിട്ട് ഇവിടെയും ഈ 5ലും 2 ടക്ക് ഇട്ട് കൊടുക്കും. ഇവിടുന്ന് ഇവിടെ വരെ ചെറിയ 2 ടക്ക്.
അപ്പോൾ ബാക്ക് ഇങ്ങനെ ചേർന്നിരിക്കാൻ വേണ്ടി. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഞാൻ 2 ടക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിലും 2 ടക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ചേർത്ത് വെക്കുക. ഇനി നമുക്ക് കൈയുടെ കാര്യം നോക്കാം. അതിനായിട്ട് ഈ സ്ലീവ്സിൻ്റെ ലൈനിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള ലൈനിങ് തുണികൾ കട്ട് ചെയ്ത് കളയണം. സെയിം രീതിയിൽ തന്നെ അപ്പുറത്തെ ലൈനിങ്ങും ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തിട്ടുണ്ട്. എക്സസ് കട്ട് ചെയ്ത് കളയുക. നമുക്ക് ഇതിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഇവിടുന്ന് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാം. ചെറിയ ചെറിയ കുഞ്ഞി പ്ലീറ്റ്സ് ഇപ്പുറത്ത് പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്കും കൂടെ പ്ലീറ്റ്സ് ഇടാം. ഇങ്ങോട്ട് തിരിച്ചാണ് ഞാൻ ഇടുന്നത്. ഇങ്ങനത്തെ പ്ലീറ്റ്സാണ് ഇടുന്നത്. ഇതിന് ശേഷം നമുക്ക് ഒരു ചെറിയ പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടാമത്തെ കൈ നമ്മൾ പ്ലീറ്റ്സ് ഇടുവാണ്. ശേഷം നമ്മൾ ഇവിടെ ഒരു വീതിക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഇത് പുറത്തേക്ക് എടുത്തിട്ട് പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ചെറിയ വീതിക്ക് ആണ് ഞാൻ ചെയ്യുന്നത്. ഉണ്ടോ? ഈ രീതിയിൽ തന്നെ അപ്പുറത്തെ പഫും ചെയ്യണം. അപ്പുറത്തെ കൈയും ചെയ്തെടുക്കുക. ആദ്യം ലൈനിങ്ങിൻ്റെ മറുവശത്തു നിന്ന് നമ്മൾ ഇങ്ങനെ നേരെ ഇതൊക്കെ നല്ലപോലെ കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണാലേ വൃത്തികേടാവും. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പതിച്ചടിക്കുക. പുറത്തേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ പുറത്തേക്ക് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ ലെവൽ ചെയ്തൊക്കെ വെച്ചിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൂടെയും ഒരു പ്രസ് ചെയ്ത് അടിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇനി തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴികൾ നമ്മൾ കുഴിച്ച് വെട്ടണം. അതിനായിട്ട് നല്ല വശവും മോശം വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുഴിച്ച് വരക്കുക. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ചീത്ത വഴി. ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം, ഫ്രണ്ടാണെന്നറിയാം. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. ഫ്രണ്ട് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് സെൻറ്റർ തൊട്ട് തുടങ്ങണം. ഷോൾഡറിൻ്റെ അവിടെ സെൻറ്ററിൽ കൊണ്ടുവെക്കുക. നമ്മൾ നടുക്കുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. വീണ്ടും നടുക്കുന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ സെയിം മറുവശത്തും അപ്പുറത്തെ ഷോൾഡറിലും അടിക്കാം. സെൻറ്റർ വെച്ച് തുടങ്ങുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ അടയാളപ്പെടുത്തി ഇട്ടിരുന്നു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടത്. ആ 1.5 ഇഞ്ച് നമ്മൾ അടിക്കുകയാണ്. നമ്മളിങ്ങനെ ചെയ്യുക. കൈവണ്ണം എന്ന് പറയുന്നത് 8ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 4. അതൊക്കെ മുന്നേ ആയിട്ട് ഇത് മടക്കി അടിക്കുന്നത് നല്ലതാണ്. എത്ര ലെങ്ത് വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് മടക്കി അടിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയും വീതിക്ക് മടക്കി അടിക്കുവാണ്. താഴെ ഭാഗം ഞാൻ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ചെറുതായിട്ട് അടിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ
ഈ വീതിക്ക് മടക്കിയടിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ കട്ടിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് മടക്കിയടിക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ആദ്യം ഇവിടെ മടക്കിയടിക്കാം, എന്നിട്ട് ഷേപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്കിത് അഴിച്ചിടാൻ പറ്റും. ഇപ്പുറത്തും സെയിം വീതിക്ക് തന്നെ മടക്കിയടിക്കുവാണ്. ഷേപ്പ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ പരിപാടി കഴിയും. ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. ഇനി നമുക്കിവിടെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ചിടാം. ഇത്രയേ ഉള്ളൂ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് വേണമെങ്കിൽ കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. ഇവിടെ ഒരു കെട്ട് വേണമെങ്കിൽ പിടിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ.